ഹലോ ഫ്രണ്ട്സ്, കുറേ നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സമ്മറെല്ലാം കഴിഞ്ഞ് നമ്മുടെ സ്കിന്നെല്ലാം അൺഈവൻ ടോണായിട്ടിരിക്കല്ലേ. സ്കിന്നിന് ടാനും ബ്ലമിഷസും അങ്ങനെ എല്ലാം വന്ന്. അപ്പോൾ നമ്മൾക്ക് അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു നല്ലൊരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് രാഗയുടെ D10 ആണ്. ഈസി ആയിട്ട് നമ്മൾക്ക് 10 മിനിറ്റ്സിൽ നമ്മുടെ സ്കിൻ ടോണ് ഈവൺ ആക്കാൻ വേണ്ടി നമ്മൾക്ക് പറ്റുന്ന ഒരു നല്ലൊരു D10 പ്രോഡക്റ്റാണ് രാഗയുടെ D10. ഇത് എല്ലാ ഓൺലൈനിലായിട്ടും സൂപ്പർ മാർക്കറ്റിലും എല്ലാവിടെയും കിട്ടും. ഒരുപാട് D10 പ്രോഡക്ട്സ് ഉണ്ട്, പക്ഷെ നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു പ്രോഡക്റ്റാണ് രാഗയുടെ D10. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ബ്ലെമിഷസ് ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഈ സമ്മറിൽ എല്ലാം ടാൻ വന്ന് ബ്ലെമിഷസ് വന്നപ്പോഴും നമ്മുടെ സ്കിന്നിന് അൺഈവൻ ടോണിൽ നമ്മൾക്ക് കാണുമ്പോൾ അത് നമ്മൾ ഫേഷ്യൽ ചെയ്താലോ അല്ലെങ്കിൽ ഹോം റെമഡീസ് ഒക്കെ യൂസ് ചെയ്താലും അത്ര റിസൾട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ ഇപ്പോൾ പാർലറിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ഒരുപാട് എക്സ്പെൻസീവ് ആയിരിക്കും. അതുകൊണ്ട് ഇതിൽ 6 സാച്ചറ്റ് ഉണ്ട്. അപ്പോൾ എവറി 15 ഡേയ്സിൽ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 2-3 സിറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് നല്ല ഗ്ലോ ആൻഡ് ഷൈനിങ് ആൻഡ് നാച്ചുറൽ ലുക്കിലേക്ക് വരും. അപ്പോൾ രാഗയുടെ ഈ D10 പ്രൊഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ഈസിയാണ് അപ്ലൈ ചെയ്യാനും എല്ലാം കോംപ്ലിക്കേറ്റ്. പക്ഷെ പിമ്പിൾസൊക്കെ ഉള്ളവരാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് അതിൻ്റെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്താൽ മതി. ഇപ്പം മതി ഈവനായിട്ട് എല്ലാവരുടെയും അപ്ലൈ ചെയ്യാം. സ്കിന്നിന് നല്ല സൂത്തിങ് എഫക്റ്റ് തരും, നല്ലൊരു നറിഷ്മെൻറ്റ് തരും, ഇറിറ്റേറ്റിംഗ് ഒന്നും വരില്ല. നല്ലൊരു റിസൾട്ട് തരുന്ന പ്രോഡക്റ്റാണ്. എവറി 15 ഡേയ്സിൽ നമ്മുടെ ടാൻ എല്ലാം മാറുന്നവരെ നിങ്ങൾ ഇത് റെഗുലർ അപ്ലൈ ചെയ്യാൻ പാടില്ല. D10 ബ്ലീച്ചൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു 15 ഡേയ്സ് മിനിമം ഗ്യാപ്പ് കൊടുക്കണം. 50 മിനിറ്റ്സ് ടൈം കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വൈപ്പ് ചെയ്ത് വാഷ് ചെയ്യാം. നമുക്ക് ഒരേ ടോൺ സ്കിൻ ടോൺ വന്ന നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്തോളൂ. ഒരു പാക്കറ്റ് സഫീഷ്യൻ്റ് ആയിരിക്കും നമുക്ക് ഒരു സിറ്റിങ്ങിന്. നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഒരു 15 മിനിറ്റ്സ് ടൈം വെയിറ്റ് ചെയ്ത് ശേഷം വാഷ് ചെയ്ത് കളയാം. ബാക്കിയുള്ളത് നിങ്ങളുടെ കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. കയ്യിലും ഒക്കെ ടാൻ ഉണ്ടെച്ചെങ്കിൽ കയ്യിലും 2 കയ്യിലും. ഒരു പാക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എടുത്ത് വെക്കാന്ന്, അത് പിന്നെ യൂസ് അല്ല. അതുകൊണ്ട് അത് കയ്യിലൊക്കെ അപ്ലൈ ചെയ്തു. കയ്യിലും ഫിംഗറിലും അപ്ലൈ ചെയ്ത് കയ്യിലും ഫിംഗറിലൊക്കെ അപ്ലൈ ചെയ്ത് ഈവനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. ഹലോ, അപ്പോൾ ഇത് ഇങ്ങനെ ഈവനായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം
ഒരു വെറ്റ് ക്ലോത്ത് കോട്ടണോ സ്പോഞ്ചോ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്ത് റിമൂവ് ചെയ്യാം. ഈ 15 ഡേയ്സിന് ശേഷം നിങ്ങൾക്ക് ജാസ്തി ബ്ലെമിഷസ് ഉണ്ടെച്ചെങ്കിൽ അപ്ലൈ ചെയ്യാം. എവറി 15 ഡേയ്സിലാണ് 2-3 സിറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ടെച്ചെങ്കിൽ നല്ല റിസൾട്ടാണ്. അപ്പോൾ യൂസ് ചെയ്ത് നോക്കൂ. വെയിലിൻ്റെയും ഇങ്ങനെ അൾട്രാ വയലറ്റ് റേസിൻ്റെയും ഒക്കെയുള്ള ബ്ലെമിഷസ് വന്നുള്ള പിഗ്മെൻറ്റേഷനൊക്കെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ ഇങ്ങനെ പറ്റും. ഈസി ആയിട്ടാണ്. ഇത് പാർലറിൽ ചെയ്യുന്നതാണ്. പാർലറിൽ ചെയ്യുന്നത് ഇത് തന്നെയാണ്. പക്ഷേ നമുക്ക് ഓരോ സിറ്റിങ്ങിനും ഇത്തിരി കോസ്റ്റ്ലി ആയിരിക്കും. പക്ഷേ പാർലർ ചെയ്താലും നല്ല റിസൾട്ട് തന്നെയാണ്. അപ്പോൾ ഒരു ഫേഷ്യൽ ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും ഹെർബൽ പാക്ക് ഇടുന്നതിന് മുന്നേ ആദ്യം ഒരു ടാൻ റിമൂവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചെങ്കിൽ എൻ്റെ സ്കിന്നിന് നല്ലൊരു ഗ്ലോയും നല്ല സ്കിന്നിന് ഉള്ള ബ്ലെമിഷസും നല്ല ഡാർക്ക് സ്പോട്ടും ഒക്കെ കുറയാൻ സാധിക്കും. ഒറ്റയടിക്ക് നല്ല ടാനായുള്ള സ്കിന്നാണ് വെച്ചെങ്കിൽ ഒറ്റയടിക്ക് റിസൾട്ടൊന്നും കിട്ടില്ല. ഒരു 2-3 സിറ്റിങ്സിൽ നിങ്ങൾക്ക് നല്ലൊരു ഈവൺ ടോൺ കിട്ടി നല്ലൊരു ഗ്ലോ, നിങ്ങളുടെ സ്കിൻ നാച്ചുറൽ ലുക്ക് വരും. ശേഷം ഇനി 24 hours നിങ്ങൾ ഫേസിൽ ക്രീമോ അങ്ങനെയുള്ള എന്തെങ്കിലും കെമിക്കലോ ഇടല്ലേ. ഫേഷ്യൽ ചെയ്യാം. നിങ്ങൾ ഫേഷ്യൽ ചെയ്തിട്ടും അതിലത്തെ എല്ലാം മിക്സായിട്ടുള്ള കെമിക്കൽസ് കൂടുമ്പോൾ സ്കിന്നിന് ചിലപ്പോൾ അത് റിയാക്ഷൻ വരാൻ തുടങ്ങും. അതുകൊണ്ട് 24 hours ഇല്ലെങ്കിൽ ഒരു 12 hours എങ്കിലും മാക്സിമം നിങ്ങൾ സോപ്പോ മറ്റുള്ള കെമിക്കൽ അടങ്ങിയിട്ടുള്ള ക്രീംസോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. കണ്ടില്ലേ, മേക്കപ്പോ ഒന്നുമില്ലാതെ സ്കിന്നിൽ എൻ്റെ ഇവിടെയെല്ലാം ബ്ലെമിഷസ് വന്നിട്ടുണ്ടായിരുന്നു, പിഗ്മെൻറ്റേഷൻ പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറഞ്ഞു. നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുക റാഗയുടെ ഡീറ്റാൻ. അടുത്ത വീഡിയോ വരെ will be signing off.